കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണം അട്ടിമറിച്ചാണ് വിമത കോൺഗ്രസുകാർ LDFിനൊപ്പം ചേർന്ന് ഭരണം പിടിച്ചത്. കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ചാണ് സിബി മാത്യു, ലിസി ജോളി, ഉഷ ശിവൻ എന്നിവർ LDFിനൊപ്പം ചേരുകയും ഭരണത്തിലെത്തുകയും ചെയ്തത്. അതുവരെ പ്രസിഡന്റായിരുന്ന സൈജൻ ചാക്കോ കോൺഗ്രസിലെ ധാരണ പ്രകാരം രാജിവെച്ച ശേഷമുണ്ടായ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് കൂറുമാറ്റമുണ്ടായത്. 18-അംഗ ഭരണസമിതിയിൽ UDFിന് 10ഉം LDFിന് 8ഉം അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. 2023 ഓഗസ്റ്റ് 8-ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സിബി മാത്യുവും ലിസി ജോളിയും ഉഷ ശിവനും എത്തിയതോടെ LDFിന്റെ അംഗബലം 11 ആവുകയും ഭരണം നേടുകയുമായിരുന്നു. വിപ്പ് ലംഘനത്തിന്റെ വ്യക്തമായ തെളിവുകളുമായാണ് മുൻ പ്രസിഡന്റ് സൈജൻ ചാക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. പരാതി നൽകി 2 വർഷമാകാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് അയോഗ്യരാക്കിക്കൊണ്ടുള്ള വിധിയുണ്ടായത്. ഭരണസമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 15ആയി ചുരുങ്ങുമ്പോഴും ഭൂരിപക്ഷം LDFിന് തന്നെയാകും. 8 അംഗങ്ങൾ LDFിന് ഇപ്പോഴുമുണ്ട്. UDFിന് 7 അംഗങ്ങൾ മാത്രമാണുള്ളത്. ഇതുമൂലം ഭരണത്തിൽ തുടരാൻ LDFിന് കഴിയും. അയോഗ്യതാ ഉത്തരവ് ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് സൈജൻ ചാക്കോ പറഞ്ഞു. അയോഗ്യരാക്കപ്പെട്ടവർ കോടതിയിൽ നിന്നും അനുകൂല വിധി സമ്പാദിച്ചില്ലെങ്കിൽ അടുത്ത 2 തെരഞ്ഞെടുപ്പിലും ഈ 3 പേർക്കും മത്സരിക്കാനാവില്ല. അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ CPIയിലെ TH നൌഷാദ് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത്. പൊതുതെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ അയോഗ്യരാക്കപ്പെട്ടവരുടെ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല. GTV ന്യൂസ്, കവളങ്ങാട്.